നമസ്കാരം. വാർത്താരംഭം നേരിട്ട് കുവൈറ്റിൽ നിന്നുള്ള തീപിടുത്തത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ്. കേരളത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തുന്ന റിപ്പോർട്ടാണ് ഇന്നലെ മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുവൈറ്റ് തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. മരിച്ചവരുടെ എണ്ണം 49ആയി. മരിച്ചവരിൽ 42 പേർ ഇന്ത്യക്കാർ ആണ് എന്നത് സംബന്ധിച്ച സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ 13 പേർ മലയാളികൾ ആണ്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം സ്വദേശികൾ ആണ് മരിച്ചത്. തീപിടുത്തത്തെക്കുറിച്ച് സർക്കാർ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. See, we had a meeting last night with the Honorable Prime Minister, and that's the last update we have about this very sad tragedy. And the rest of the situation will be cleared the moment we reach there. The situation is that the victims are mostly burn victims, and some of the bodies have been charred beyond recognition. So a DNA test is underway to identify the victims, and the Air Force plane is on the ready. And as soon as the bodies are identified, their kin will be informed, and our Air Force plane will bring the bodies back. The latest figures that we had last night, the casualty figures are around 48-49, out of which 42 or 43 are believed to be our countrymen Indians. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുവി, കണക്കുകളിൽ മലയാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ 5 പേരെ തിരിച്ചറിഞ്ഞിരുന്നു, അത് പിന്നീട് 9ആയി, 11ആയി. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 12, 13 എന്ന തരത്തിലൊക്കെയുള്ള കണക്കുകൾ ആണ് പുറത്തു വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ഒരു കണ്ണീർ പുലരിയിലേക്കാണ് കേരളം ഇന്ന് കണ്ണു തുറന്നത് എന്ന് പറയാം. 5 ജില്ലകളിലായിട്ടാണ് മരിച്ചവർ ഉള്ളത് എങ്കിലും ആ കുവൈറ്റ് ദുരന്തത്തിന്റെ ഞെട്ടലിൽ, ആ ഒരു ഞെട്ടിത്തെരിപ്പിലാണ് ഇന്ന് കേരളക്കര. ഒരു വലിയ തേങ്ങൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 49 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ ഇനി 9 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും പുതിയതായി പങ്കുവെക്കാനുള്ളത്. നിലവിൽ 13 മലയാളികൾ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഉള്ളത്. ഓരോരുത്തരുടെ ആരൊക്കെയാണ് മരിച്ചത് എന്നത് സംബന്ധിച്ച കണക്കുകൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. 40ഓളം പേരെ മാത്രമാണ് നിലവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിൽ മലയാളികളുടെ എണ്ണമാണ് കൂടുതലായി വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയന്തരമായി, അതായത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഒപ്പം വിദേശകാര്യമന്ത്രി ജയശങ്കർ കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ അടിയന്തരമായി നാട്ടിലെത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വ്യോമയാന മന്ത്രാലയം അതിനുവേണ്ടി വ്യോമസേനയുടെ വിമാനം ഉൾപ്പെടെ തയ്യാറാക്കിയ സാഹചര്യവുമുണ്ട്. ഏതായാലും വലിയ നടുക്കത്തിലാണ് കേരളവും അതുപോലെ തന്നെ കുവൈറ്റും. വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അതായത് മൃതദേഹങ്ങൾ പലതും കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അത് തിരിച്ചറിയാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. സ്വാഭാവികമായും 5 ജില്ലകൾ കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ്, കോട്ടയം, മലപ്പുറം ഉൾപ്പെടെയുള്ള 5 ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചത് എങ്കിലും ഇനിയും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരെല്ലാമാണ് അപകടത്തിൽപ്പെട്ടത് എന്നറിയാനുള്ള ഒരു തത്രപ്പാട്, ഒരു പരിഭ്രാന്തി ഈ കേരളത്തിൽ നിന്നുള്ള ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. നിരന്തരം നോർക്കയിലേക്കും അതുപോലെയുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്കും കോളുകളും ഫോൺ വിളികളും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ അവസ്ഥ എന്ന് പറയുന്നത് 49 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 13 പേർ മലയാളികളാണ്. ഈ മലയാളികളെ ഇനിയും മലയാളികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. 9 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് കുവൈറ്റിൽ. ആ 9 പേരുടെ നില എന്താകും എന്നതും എടുത്തു പറയേണ്ടതാണ്. 5 ആശുപത്രികളിലായിട്ടാണ് നിലവിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരിൽ ഏതാണ്ട്
30-നും 50-നും ഇടയിൽ ഉള്ളവർ മലയാളികളാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, ഈ ഇവിടെ കുവൈറ്റിൽ ഫ്ളാറ്റിൽ തമിഴ്നാട്ടുകാർ, ഫിലിപ്പീനികൾ ഉൾപ്പെടെ ഈജിപ്ഷ്യൻസ് ഉൾപ്പെടെയുള്ളവരാണ് താമസിച്ചിരുന്നത്. മലയാളി ഗ്രൂപ്പായിരുന്നു. മലയാളി ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മലയാളികളാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്കാണ് കൂടുതൽ ഗുരുതരമായ പരുക്കും അതുപോലെ തന്നെ മരണവും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഇതിന്റെ ഭാഗമായി ഇപ്പോൾ സർക്കാർ ഏജൻസികൾ, കുവൈറ്റിലെ സർക്കാർ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കെയർടേക്കർ ഉൾപ്പെടെ നിലവിൽ കസ്റ്റഡിയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. അയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. സ്വാഭാവികമായും ഒരു ഷോർട്ട് സർക്യൂട്ട്, താഴത്തെ നിലയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും അവിടെ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുകയും തുടർന്ന് ഈ ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ പടരുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തതാണ് ഈ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകാൻ കാരണം എന്നാണ് വിലയിരുത്തുന്നത്. തീർച്ചയായും അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഒപ്പം ഇത്തരം നിയമലംഘനങ്ങൾ, അതായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ ഫ്ളാറ്റ് കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ലഭിച്ചിരിക്കുന്ന അന്വേഷണ ഏജൻസികൾക്കും സർക്കാർ ഏജൻസികൾക്കും ലഭിച്ചിരിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച പരിശോധനയും ഇപ്പോൾ തുടരുകയാണ്. ഏതായാലും കുവൈറ്റിൽ നിന്ന് വരുന്നത് ഒട്ടും ശുഭകരമായ വാർത്തയല്ല, അശുഭകരമായ വാർത്തകൾ തന്നെയാണ് വരാനുള്ളത്. നിലവിൽ 5 ജില്ലകളിൽ നിന്നുള്ള കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ്, മലപ്പുറം, കോട്ടയം ഈ 5 ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചിരിക്കുന്നത്. ഈ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ